നമ്മുടെ അബ്ദുൽ റഹീമിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തുക സംഭരിച്ച കേരള സ്റ്റോറി ആഘോഷിച്ചപ്പോൾ മലയാളികൾ ആഘോഷിക്കേണ്ട മറ്റൊരു കേരള സ്റ്റോറി കൂടി ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, വിദ്വേഷത്തിൻ്റെ കേരള സ്റ്റോറിയും എടുത്ത് പുറത്തിറങ്ങിയ ഈ കൃസംഗി അച്ഛന്മാർ പത്തിമടക്കി ഒടുവിൽ അത് പിൻവലിക്കേണ്ടി വന്നതും കേരളം ആഘോഷിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അതാണ് കേരളം. ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ അഭ്യാസമിറക്കുന്നത് ആ മതത്തിലെ തന്നെ വിശ്വാസികളോ മറ്റിതര സമൂഹത്തിലുള്ളവരോ അത്തരം ആളുകളോ ഒന്നും അനുവദിക്കില്ലെന്ന് ഇടുക്കി രൂപതയിലെ ബിഷപ്പിന് സംഗതികൾ മനസ്സിലായി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ സൂചനയാണ് സത്യദീപത്തിൻ്റെ ലേഖനവും ദീപികയുടെ ലേഖനവും ഒക്കെ സൂചിപ്പിക്കുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അബ്ദുൽ റഹീമിൻ്റെ കാശ് സമാഹരിച്ച കേരള സ്റ്റോറി ആഘോഷിക്കുന്ന ആ പ്രകാശത്തിൽ കെട്ടുപോയ മങ്ങിപ്പോയ മറ്റൊരു സ്റ്റോറിയുടെ കഥയുണ്ട്. അത് മറ്റൊന്നുമല്ല, വിദ്വേഷം നിറഞ്ഞ കേരള സ്റ്റോറി ഇടുക്കി രൂപത പ്രദർശിപ്പിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ പ്രദർശിപ്പിക്കുമെന്ന് അങ്ങ് കൊട്ടിഘോഷിച്ച് രംഗത്തിറങ്ങിയെങ്കിലും ഒടുവിൽ ഉൾവലിയേണ്ടി വന്ന ജനങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ കേരള സ്റ്റോറി. അതിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്കും പങ്കുണ്ട്, മറ്റിതര മതത്തിൽപ്പെട്ടവർക്കും പങ്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട്, അതിലെ ഒരുപാട് പ്രമുഖരായ മനുഷ്യർക്കും പങ്കുണ്ട് എന്നതാണ് സത്യം. ഇഫ്താർ കമ്മിറ്റികളുടെ സമൂഹ നോമ്പ് തുറ കഴിഞ്ഞ് വായു കൊപ്പിളിച്ചിട്ട് പോയിരുന്നാണ് ആൻ്റണി വടക്കേക്കരയെപ്പോലുള്ളവർ അത് നീതിക്ക് വേണ്ടിയാണെന്നൊക്കെ ആദ്യ നിമിഷങ്ങളിൽ പറഞ്ഞതെങ്കിലും പിന്നീട് ആ നാവ് ചുരുട്ടി നാഭിക്ക് വെക്കേണ്ടി വന്നു എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. കാരണം കേരളം അങ്ങനെയാണ് പ്രതിരോധം തീർത്തത്. ഇത്തരം വെറുപ്പും വിദ്വേഷവും ഇവിടുത്തെ ചന്തയിൽ വിറ്റഴിക്കാനാവില്ലെന്ന് മനസ്സിലായാണ് തലശ്ശേരി അതിരൂപതയും താമരശ്ശേരി അതിരൂപതയുമൊക്കെ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയത്. കാരണം അതൊരു കരാർ ഉറപ്പിച്ചുള്ള പദ്ധതിയായിരുന്നെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി ഒടുവിൽ തൃശ്ശൂർ അതിരൂപതയുടെ സംഗതിയാക്കി മാത്രം അങ്ങ് അവസാനിപ്പിച്ചു. ഏതായാലും അതിനെതിരെ ചാടിത്തുള്ളിക്കൊണ്ടിരുന്ന കാസയെ നിരാശപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സത്യദീപവും അതുപോലെ ദീപികയുമൊക്കെ ലേഖനമെഴുതി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദീപികയുടെ ലേഖനത്തിൽ വളരെ കൃത്യമായി പാനപാത്രം ഏതായാലും വിഷം കുടിക്കരുതെന്നും അതോടൊപ്പം ഈ രൂപം ഭാവവും അണിഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കാനാണെന്നുള്ള വ്യാജന്മാരുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്നവർക്ക് നേരെയും നമ്മുടെ കാസാ കൗസന്മാരെ ലക്ഷ്യമാക്കി ദീപിക തുറന്നെഴുതി. എന്നാലും ആ എഴുത്തിൽ മറ്റൊരു പന്തികേടുള്ളത്, അവർ പറയുമ്പോഴെല്ലാം പറയുന്നത് ആഗോള ഇസ്ലാമിക തീവ്രവാദവും ഹിന്ദുത്വ തീവ്രവാദത്തെക്കുറിച്ചുമാണ്. എൻ്റെ ദീപികയെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ആഗോള നസ്രാണി തീവ്രവാദത്തെക്കുറിച്ച് കൂടി പറഞ്ഞെങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ. കാരണം അതിലുമുണ്ട് ധാരാളം തീവ്രവാദികൾ. ഒരുപാട് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന പല സംഗതികളെയും പർവ്വതീകരിച്ച് സൊമാലിയയിൽ കൊല്ലുന്നു, നൈജീരിയയിൽ കൊല്ലുന്നു, ആഫ്രിക്കയിൽ കൊല്ലുന്നു, അന്റാർട്ടിക്കയിൽ കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പം ആഗോള നസ്രാണി തീവ്രവാദത്തിൻ്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ കൊല്ലുന്ന കാര്യവും പിന്നെ ഈ രാജ്യങ്ങളെയൊക്കെ അസ്ഥിരപ്പെടുത്തി അവിടെയൊക്കെ തങ്ങളുടെ പാവ സർക്കാരുകളെ നിയമിച്ച് അവിടുത്തെയൊക്കെ ജനങ്ങളെ കൊന്നൊടുക്കിയ ആഗോള നസ്രാണി ജൂത തീവ്രവാദത്തെ കൂടി ചേർത്ത് പറയണം എൻ്റെ പ്രിയപ്പെട്ട ദീപികെ. അപ്പോഴാണ് തീവ്രവാദ വിരുദ്ധ നിലപാട് പൂർണ്ണമാകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പോയി ആഗോള നസ്രാണി തീവ്രവാദികൾ അവിടെ കൊന്ന മനുഷ്യരുടെ കണക്കും ഇറാഖിൽ പോയി കൊന്ന കണക്കും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഇറാഖിലെ അക്രമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സദ്ദാം ഹുസൈൻ ഈ ജൂതനായ ആളിനെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ആക്കി വെച്ച് പാത്രിയാർക്കീസ് ബാബമാർക്കെല്ലാം ശമ്പളം കൊടുത്ത് വളരെ സമാധാനപരമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ആഗോള നസ്രാണി തീവ്രവാദികളും ആഗോള ജൂത തീവ്രവാദികളും ചേർന്ന് അവിടെയൊക്കെ ഡീസ്റ്റബിലൈസ് ചെയ്ത് ആയുധക്കച്ചവടം നടത്തി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. അതുപോലെ കഴിഞ്ഞ ദിവസം സിഡ്നിയിൽ പിടിക്കപ്പെട്ടതും നമ്മുടെ കാസയെപ്പോലെ ഈ വിദ്വേഷം നിറഞ്ഞ മനസ്സുമായി ജീവിച്ച ഒരു ആഗോള നസ്രാണി തീവ്രവാദിയാണ്. അതുകൊണ്ട് പറയുമ്പോൾ നമ്മളെ മാത്രം ഒഴിവാക്കി പറയരുത്, എല്ലാത്തിനെയും തള്ളിപ്പറയണം. എന്ന് വെച്ചാൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയണം, ഹിന്ദുത്വ തീവ്രവാദത്തെ തള്ളിപ്പറയണം, ആഗോള നസ്രാണി ജൂത തീവ്രവാദത്തെയും തള്ളിപ്പറയണം. അല്ലാതെ നമുക്ക് വേണ്ടപ്പെട്ടവരെ എടുത്ത് മടിയിലിരുത്തി ബാക്കി എല്ലാവരെയും ചട്ടവും പാഠവും പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൂടി ചേർത്ത് പറയാമെങ്കിലും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച് ഈ വിദ്വേഷത്തിൻ്റെ സംഗതികളെ മടക്കി വിട്ട ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കേരള സ്റ്റോറിക്ക് കൂടി ഒരു സല്യൂട്ട് ഇരിക്കട്ടെ.